2024 വണ്ടി. ഓക്കെ. LXI വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ്. LXI സിംഗിൾ ഓണർഷിപ്പ്. അതെ. അടുത്ത എക്സ്പ്രസോ 2021 മോഡൽ VXI പ്ലസ് ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. വെറും 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ ഹോണ്ട അമേസ് ആണ്. 2018 ഇതും ഡീസലാണ് വണ്ടി. 18 ഡീസൽ. അടുത്ത് 2015 വെറും 39,000 കിലോമീറ്റർ കിട്ടിലും ക്വാളിറ്റിയുള്ള ഒരു ഇയോൺ. അപ്പോൾ ഇയോൺ നോക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണ്. നമുക്കൊരു 1.25 ലക്ഷം കൊടുക്കാം. 1.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ A-Star ഓട്ടോമാറ്റിക് കിട്ടത്തില്ല. 35 ഫൈനൽ കൊടുക്കാം. 5 വർഷം പേപ്പറുള്ള വണ്ടി 1.30 കൊടുക്കാം. 30 പേപ്പർ ഉണ്ടല്ലോ. കൊറോള ഓട്ടീസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ വേരിയന്റ് ആണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ വീണ്ടും കാർ ബസാറിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം നല്ല റീച്ചായി എല്ലാ വണ്ടി പോയിട്ടുണ്ടല്ലേ? വണ്ടി സെയിലായി. 2-3 വണ്ടികളെ ഇനി കൊടുക്കും. ബാക്കിയെല്ലാം ആ വണ്ടിയാണ് നമുക്ക് ഓഫറായിട്ട് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടെന്നുണ്ട് വീണ്ടും നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വണ്ടിയും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കലാണ്. നെയ്യാറ്റിങ്കൽ ഏറ്റവും വലിയ ഷോറൂമാണ് കാർ ബസാർ. നമ്മുടെ അടുത്ത് വിഷ്ണു ബ്രോ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. ഇതൊക്കെയുണ്ട് വിശേഷം. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോണ് 2013 അല്ലേ? 13 ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ വണ്ടികളിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കളക്ഷൻ ഉണ്ട്. എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. ബഡ്ജറ്റ് ഉണ്ട്, ഇപ്പോഴത്തെ എല്ലാ വണ്ടികളുണ്ട്. അപ്പം വേറെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നേരെ. ആദ്യത്തെ വണ്ടി ഇത് വാഗണാർ വണ്ടി. ഈ വണ്ടി നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ്. 2006 ആണ് വണ്ടി. ഓക്കെ. 2026 ഡിസംബർ വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ വർഷം അവസാനം വരെ പേപ്പർ കാര്യങ്ങൾ. വണ്ടി നീറ്റ്, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നല്ല വണ്ടി, വൃത്തിയുള്ള വണ്ടി. LXI കാണാം, നീറ്റ് ആയിരിക്കണം. ഡെന്റ് ഇല്ല, ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് അങ്ങനെ പറയേണ്ട ഒന്നുമില്ല കേട്ടോ. ടയർ കണ്ടീഷൻ കൊണ്ടുപോകാം. ടയർ കണ്ടീഷൻ വന്നിട്ട് ഇപ്പോൾ ഒരു 70% ടയർ ഉണ്ട്. 80% എബോ ഉണ്ടോ? 80% എബോ ഉണ്ട്. 70 മേളിൽ 8% ഉണ്ട് കേട്ടോ. സീറ്റ് കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് മെയിൻറ്റൈൻഡ് ആണ്. AC വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. LXI ആണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. വണ്ടി പക്ഷേ നീറ്റ് ആയിരിപ്പുണ്ടല്ലേ? സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടാ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കാം. അത് പുതിയ കസ്റ്റം പെയിന്റ് ആണ്. പുതിയതായിട്ട് ചെയ്തതാണ്. ഇത് വാഗണറിൽ ഈ കളർ ഇല്ല. കസ്റ്റമർ പ്രത്യേകിച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ പക്ഷേ കളർ മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? അപ്പോൾ KL01 രജിസ്ട്രേഷൻ വരുന്ന 2006 വണ്ടി നമുക്ക് ഈ വണ്ടിക്ക് വെറും 98,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 98,000 രൂപ. നെക്സ്റ്റ് നമ്മുടെ ഓട്ടോമാറ്റിക് ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് അല്ലേ? ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് 2012 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 73,000 കിലോമീറ്റർ, A-Star 80 ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും? സർവീസ് കമ്പനി സർവീസിനാണോ? സർവീസ് കമ്പനി സർവീസ് അല്ല, പുറത്താണ്. പക്ഷേ 73,000 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ടാമ്പറിംഗ് ഒന്നുമില്ല. കുഴപ്പമാണ്. എഞ്ചിൻ ഷോപ്പ് ഒക്കെ ആണല്ലോ? എല്ലാം പക്കയാണ്. AC പവർ സ്റ്റിയറിംഗ്, ABS ഉള്ള വണ്ടിയാണ്. 4 പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ട്രിവാൻഡ്രം വണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഈ വണ്ടി നമുക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ A-Star ഓട്ടോമാറ്റിക് കിട്ടത്തില്ല. 12 വണ്ടിയാണ്. 1.25 ലക്ഷം രൂപ കൊടുക്കാം. 80 ആണ് ഗിയർ ബോക്സ് വരുന്നത് അല്ലേ? 80 ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഇവിടെ കൊറോള ഓൾട്ടീസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ വേരിയന്റ് ആണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, 2,60,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ടൊയോട്ടയെ സംബന്ധിച്ച് ഒരു ഓട്ടോ അല്ല, പ്രശ്നമില്ല. ഒരു ഓട്ടോ അല്ല കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫുള്ള് വന്ന് ചെക്ക് ചെയ്ത് നീറ്റ്, സ്ക്രാച്ചസ് പോലും ഇല്ല. നീറ്റ് ആയിരിപ്പുണ്ടല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി. അതിന്റെ ഇന്റീരിയർ നോക്കിയാണ്. കൊറോള മാനുവൽ അല്ലേ? കൊറോള മാനുവൽ, ഡീസൽ മാനുവലേ ഉള്ളൂ. ഡീസൽ മാനുവൽ അല്ലേ? വണ്ടി നീറ്റ് ആണ്. ബോഡിയൊക്കെ നീറ്റ് ആയിരിപ്പുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഫുള്ളി കമ്പനി സർവീസ്. എല്ലാം കമ്പനി സർവീസ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നീറ്റ് ആണ്. ഇരിപ്പുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ അല്ലെങ്കിൽ ഇൻബിൽറ്റ് അല്ല, പൈനിൻ്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ. ടൊയോട്ടയുടെ വിശ്വാസത്തിലാണ് എഞ്ചിൻ കണ്ടീഷൻ. ഒരു സർവീസിന് പോലും നമുക്ക് വരുന്ന എമൗണ്ട് 5,000 രൂപയുള്ളൂ. 14 കിലോമീറ്റർ. ചിലവ് ഏറ്റവും ചിലവ് കുറഞ്ഞ വണ്ടിയാണ് ടൊയോട്ടയുടെ വണ്ടി. തീർച്ചയായിട്ടും. അവരുടെ ലെക്സസ്, അതേപോലെ പ്രീമിയം ബ്രാൻഡ് ലെക്സസിന് പോലും സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. ഈ വണ്ടി നമുക്ക് വെറും 4,90,000 രൂപ മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നിങ്ങൾ OLXോ ഫേസ്ബുക്ക് എവിടെ വേണം നോക്കിയാൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഈ വിലയ്ക്ക് ഇല്ല. വെറും 4,90,000 നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഓക്കെ. കണ്ടീഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരെ ഫുള്ള് ചെക്ക് ചെയ്ത് ഓടിച്ച് നോക്കി കസ്റ്റമർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് കേട്ടില്ല? ഫിനാൻസ് പിന്നെ ഫിനാൻസ് 13 വണ്ടിയിൽ നമുക്കൊരു 3-3.5 ലക്ഷം രൂപ ഫിനാൻസ്. നെക്സ്റ്റ് നമ്മുടെ ഓൾട്ടോ കേട്ടൻ. അടുത്ത വണ്ടി ഓട്ടോ കേട്ടൻ 2024 വണ്ടി. ഓക്കെ. LXI വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ്. അതെ. ഓക്കെ. വണ്ടി കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല വണ്ടിയാണ്. ഓക്കെ.
കമ്പനി സർവീസിനാണോ? ആകെ കിലോമീറ്റർ 34 ഓടിയോ, 32 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, കമ്പനി സർവീസിനാണോ? ആ കമ്പനി ഷോർ സർവീസൊക്കെ ഷോർ കിട്ടും. ഓൾട്ടോ കേട്ടനാണ് കേട്ടോ, പുതിയ മോഡൽ. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഉണ്ട്, നീറ്റ് ഇരിപ്പുണ്ട്. അതിനകത്ത് എ സിയും പവർ സ്റ്റിയറിംഗും സിംഗിൾ എയർ ബാഗും വരുന്നുണ്ട്. അതെ, സിംഗിൾ എയർ ബാഗ്. ഓക്കെ, കാരണം LX ആണ് വേരിയൻ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓൾട്ടോ കേട്ടൻ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമുക്ക് 340 കൊടുക്കുക. 340. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഫിനാൻസിങ്. ഫുൾ ഫിനാൻസിങ് കിട്ടും. എക്സ്പ്രസോ 2021 മോഡൽ VX പ്ലസ് ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. വെറും 19 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിനാണല്ലോ? ആ, ഫുൾ കമ്പനി സർവീസ്. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇപ്പോൾ 19 ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ബ്രോ? ഒന്നുമില്ല. ഓക്കെ, 19 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ, ടയർ കണ്ടീഷനൊക്കെ ആ തേയ്മാനമേ ഉള്ളൂ. ഒരു കണ്ടീഷൻ 19 കിലോമീറ്ററിന് ഓടിയതിൻ്റെ തേയ്മാനമേ ഉള്ളൂ, ചെറിയ തേയ്മാനമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഇരിപ്പുണ്ട്. അതിനകത്ത് VX പ്ലസ് ആകുമ്പോൾ ഇൻബിൽറ്റ് സ്ക്രീൻ വരുന്നത്, 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, സിനിമ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഈ വണ്ടി നമുക്കൊരു 3,85,000 രൂപയ്ക്ക് കൊടുക്കാം. 3.5 ലക്ഷം രൂപ ലോണും കയറും. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി 2007 മോഡൽ വാഗണാർ. 2007 വാഗണാർ, 3rd ഓണർഷിപ്പാണ്. VX ആണ് വണ്ടി. അല്ലേ? അതെ, VX ആണ്. ഓക്കെ, 2007 ആകുമ്പോൾ പേപ്പർ എത്ര? പേപ്പർ 2030 മെയ് മാസം വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ടെസ്റ്റ് ലേറ്റായിട്ട് ചെയ്തു. നിലവിൽ 30 പേപ്പർ ഉണ്ട്. 2030 മെയ് മാസം വരെ പേപ്പർ കാര്യം. VX ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉണ്ട്, 60 to 70% ടയർ കണ്ടീഷൻ ഉണ്ട്. ഫ്രണ്ട് ആവറേജ് ആണ്, ബോഡി വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ, VX 2 ഡോർ പവറിൻ്റെ വരും, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ RPM മീറ്റർ. വണ്ടി ബോഡിയൊക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല വണ്ടി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്, നല്ല കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മുടെ കാർ ബസാർ ഒരു 1.35 ഫൈനൽ കൊടുക്കാം. 5 വർഷം പേപ്പറുള്ള വണ്ടി 1.30 കൊടുക്കാം. 30 പേപ്പർ ഉണ്ടല്ലോ, 30 പേപ്പർ. അടുത്ത് 2015 വെറും 39,000 കിലോമീറ്റർ കിട്ടില്ല ക്വാളിറ്റിയുള്ള ഒരു ഇയോൺ. അപ്പോൾ ഇയോൺ നോക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണ്. നല്ല ഓപ്ഷൻ വെച്ചാൽ ബെറ്റർ ഓപ്ഷനാണ്. കാരണം ഒരുപാട് പേര് ഇയോൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ഉണ്ട്. കാരണം ലോ കിലോമീറ്റർ ഇയോൺ, സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കേരള 1 രജിസ്ട്രേഷൻ ആണ് കേട്ടോ. എറാ പ്ലസ് ആണല്ലേ? ഓ, വണ്ടി വീഡിയോയിൽ ഇപ്പോൾ എല്ലാവരും പറയും ക്യാമറ ക്വാളിറ്റിക്കാളും വണ്ടി നല്ല ക്വാളിറ്റിയാണ്. അതാ ഒറിജിനലായിട്ട് കാണാം കേട്ടോ, നീറ്റ് ഇരിപ്പുണ്ട്. പലരും പറയാറുണ്ട് വീഡിയോ കാണുന്ന പോലെ വന്ന് നോക്കാം. അല്ല, വണ്ടി നല്ല കിട്ടില്ല ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ നോക്കാം. സീറ്ററൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ടയർ കണ്ടീഷൻ ഉണ്ട്, 2 ടയറും പുതിയ ടയറാണ്. ബാക്കിൽ ആവറേജ് ഉണ്ട്. ബാക്കി 2 ടയറും ഒരു 40% ഉള്ളൂ. പക്ഷേ 39 കിലോമീറ്റർ പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല വണ്ടിക്ക്. ഒന്നുമില്ല, നല്ല വൃത്തി. ആക്സിഡന്റില്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസിനാണോ? ഫുള്ള് കമ്പനി സർവീസ്. ഹിസ്റ്ററി എടുത്തോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 2.15 കൊടുക്കാം. 2,15,000 രൂപയ്ക്ക് കൊടുക്കാം. കാരണം വണ്ടി അത്രയും കണ്ടീഷൻ ആണ്, അത്രയും വൃത്തിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു കസ്റ്റമർക്ക് ഒരു പണിയും ചെയ്യണ്ട, എടുത്തിട്ട് സുഖമായിട്ട്. ഫിനാൻസ് കുറവില്ല, 15 2 ലക്ഷം രൂപ ഫിനാൻസ്, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. അമേസ് ആണ്, 2018. ഇതും ഡീസലാണ് വണ്ടി. 18 ഡീസൽ വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ 2nd ഓണർഷിപ്പാണ്, 90,000 കിലോമീറ്റർ. ഓക്കെ, ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ട്, ഒരു 22 മൈലേജ് കിട്ടും വണ്ടി. അതെ, എസ് ആണ് വേരിയന്റ് അല്ലേ? അതെ, എസ് ആണ്. ഐഡിടെക് എഞ്ചിൻ, പക്ഷേ വണ്ടി നീറ്റ് ആയിട്ട് വേറെ സ്ക്രാച്ചസ് കാര്യം കാണുന്നില്ല. ടയർ കണ്ടീഷൻ, ടയർ ഫ്രണ്ടിൽ പുത്തൻ ടയർ ഉണ്ടല്ലേ? ബാക്കിന് പുത്തൻ ടയർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ബ്രോ? ഒന്നുമില്ല. സർവീസ് കമ്പനി സർവീസിനാണോ? എല്ലാം കമ്പനി സർവീസ്. സീറ്റ് നല്ല പ്രീമിയം സീറ്റ് ചെയ്തിട്ടുണ്ടോ? നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആയിരിപ്പുണ്ട്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സീറ്റ് കവർ 2nd ഓണർ അവർ ചെയ്തതാണ് കേട്ടോ. ആണല്ലേ? നല്ല കോസ്റ്റ് ആയിട്ടുണ്ട് സീറ്റ് കവറിന്, നല്ല സീറ്റ് കവർ. ഓക്കെ, ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, 4 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഒരു ആവശ്യം വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്. അലോയ്സ് ഇല്ലാന്നേ ഉള്ളൂ. അതെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹോണ്ടയെ സംബന്ധിച്ച് വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് വരാൻ സാധ്യതയില്ലല്ലോ, ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റേ ഉള്ളൂ അല്ലേ? ഇതും സർവീസ് കോസ്റ്റ് കുറഞ്ഞ വണ്ടിയാണ്. അതെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഈ വണ്ടി 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ കൊടുക്കാം. ഓൾമോസ്റ്റ് ലോണും ഒരു 4 ലക്ഷം രൂപ അടുത്ത് ലോൺ. സ്ലൈഡ്ലി നെഗോസിയേഷൻ അല്ല, ചെറുതായിട്ട് എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ 4 ലക്ഷം ലോൺ കയറും അല്ലേ? 4 ലക്ഷം ലോൺ. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി സാൻഡ്രോയാണ്. 2012 വണ്ടി സിംഗിൾ ഓണർ. 12 സിംഗിൾ ഓണർഷിപ്പ്. 12 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 86,000. ഓക്കെ, ടയർ എന്നാലും പുത്തൻ ടയർ ഇട്ടുണ്ട്. അതെ, പുതുപുത്തൻ ടയർ ഉണ്ട്, 4 ബ്രാൻഡ്. ഓക്കെ, സാൻഡ്രോ സിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കണ്ടീഷൻ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ, 2 ഡോർ പവർ ഉണ്ട്. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 2012 സാൻഡ്രോ. നമുക്ക് 1,38,000 കൊടുക്കാം. 1,38 കൊടുക്കാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ വിഷയം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓ വൈൻഡ് അപ്പ് നമ്മൾ വന്ന പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള പുതിയ സ്റ്റോക്കുകൾ ഇനി സ്റ്റോക്കുകളുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അവിടെ വണ്ടി കിടപ്പുണ്ട്. പിന്നെ അത് കുറേ അഡ്വാൻസ് ആയി കിടക്കുന്നുണ്ട് അല്ലേ? അതെ, അഡ്വാൻസ് കഴിഞ്ഞ വീഡിയോയിലിട്ട വണ്ടികളൊക്കെ അഡ്വാൻസ് ആയി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കോളായിരുന്നു. അപ്പോൾ നമുക്ക് നൈറ്റ് ആകുമ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 9:30 മണിക്ക് ശേഷം നമ്മളെ കൊണ്ട് കഴിഞ്ഞ മാക്സിമം കോൾ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മിസ് കോൾ നമ്മൾ അടുത്ത ദിവസം വിളിച്ചിട്ടുണ്ട്. അതിൽ വിട്ടുപോയവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, മനഃപൂർവ്വം എടുക്കാത്തതല്ല. മാക്സിമം ഈ ഓട്ടോ ഒക്കെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ എല്ലാം അഡ്വാൻസ് ആയി കഴിഞ്ഞു. ഓട്ടോ, അമേസ് ഇതൊക്കെ നമുക്ക് വണ്ടി പോയി. മനഃപൂർവ്വം നമ്മൾ വണ്ടി തരാത്തതല്ല. വണ്ടി ആരും നമുക്ക് ഏത് കസ്റ്റമർ ആദ്യം നമ്മുടെ ഷോറൂമിലോട്ട് വരുന്നു അവർക്ക് നമ്മൾ വണ്ടി കൊടുക്കും. കാരണം അഡ്വാൻസ് ചെയ്തിട്ട് വരാതിരുന്നതിനൊക്കെ ബുദ്ധിമുട്ട്. കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ ഒന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി കിടന്നു, അങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അതെ, ഷോറൂമിൽ ആദ്യം വരുന്നു അവർക്ക് നമ്മൾ വണ്ടി കൊടുക്കും. കഴിഞ്ഞ വണ്ടികളൊക്കെ ഇവിടെ എല്ലാ ദൂരം നിന്നൊക്കെയാണ് കസ്റ്റമർ വന്നത്. ഇതൊക്കെ സംഭവം. അടുത്തൊരു വീഡിയോ കാണാം.